ഇന്നത്തെ വീഡിയോ CBC 10ാം ക്ലാസ്സിലെ 4th ചാപ്റ്റർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് അതിലെ 4.2-ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് സോൾവ് ദ പ്രോബ്ലംസ് ഗിവൺ ഇൻ എക്സാമ്പിൾ 1. എക്സാമ്പിൾ 1-ലെ ക്വസ്റ്റ്യൻ അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. റെപ്രസെന്റ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് മാത്തമാറ്റിക്കലി. ജോൺ ആൻഡ് ജിവാൻഡി ടുഗദർ have 45 marbles. Both of them lost 5 marbles each, and the product of the number of marbles they now have 124. We would like to find out how many marbles they had to start with. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ചെയ്ത് നോക്കാം. Let the number of marbles John had be x. ജോണിൻ്റെ കയ്യിലുള്ള മാർബിൾസ് എക്സ് എന്നെടുത്തു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി 45 മാർബിൾസ് ആണുള്ളത്. അപ്പോൾ ജിവാൻഡി ഞാൻ വായിക്കുന്നത് കറക്റ്റ് ആണെന്ന് അറിയില്ല, പേരാണ്, അതുകൊണ്ട് ഉച്ചാരണം ശരിയാണെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ജിവാൻഡി എന്ന് വായിക്കുന്നു. ഈക്വൽ ടു എന്തായിരിക്കും? ടോട്ടൽ എക്സ് ആണെങ്കിൽ, ടോട്ടൽ 45 ആണെങ്കിൽ, ഒന്ന് എക്സ് ആണെങ്കിൽ ബാക്കിയുള്ളത് 45 മൈനസ് എക്സ് ആയിരിക്കും. The number of articles left with John when he lost 5 marbles. അപ്പോൾ ജോണിൻ്റെ കയ്യിലുള്ളത് അത് എക്സ് മൈനസ് 5 ആയിരിക്കും. 5 എണ്ണം പോയി. അപ്പോൾ അടുത്തയാളുടെ കയ്യിലുള്ളത് ഈ എക്സ് മൈനസ് 5-നേക്കാളും ഒരു 5 കുറവായിരിക്കും. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന 45 മൈനസ് എക്സിനേക്കാളും ഒരു 5 കുറവായിരിക്കും. ഈക്വൽ ടു അത് 40 മൈനസ് എക്സ് ആയിരിക്കും. ഇത്രയും കിട്ടി. ഇനി ക്വസ്റ്റ്യൻ പ്രകാരം അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ ഇതിൻ്റെ മൾട്ടിപ്പിൾ 124 ആണ്. എക്സ് മൈനസ് 5 ജോണിൻ്റെ കയ്യിൽ 40 മൈനസ് എക്സ് ഈക്വൽ ടു 124 ആണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പ്രകാരം ഇക്വേഷൻ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇക്വേഷനിലേക്ക്. അപ്പോൾ ചെയ്യുന്നത് എന്താ? എക്സ് ഇൻറ്റു 40 ചെയ്യണം, എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ചെയ്യണം, മൈനസ് 5 ഇൻറ്റു 40 ചെയ്യണം, മൈനസ് 5 ഇൻറ്റു എക്സ് ചെയ്യണം, ഈക്വൽ ടു 124 ആയി നമുക്ക് കിട്ടണം. 40 എക്സ്, എക്സ് ഇൻറ്റു മൈനസ് എക്സ്, അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ, മൈനസ് 5 ഇൻറ്റു 40, മൈനസ് 5 ഇൻറ്റു 40 200, മൈനസ് 5 ഇൻറ്റു മൈനസ് എക്സ് അപ്പോൾ പ്ലസ് 5x ഈക്വൽ ടു 124 നമ്മൾ എഴുതി. ഇനി ഇതിനെ ഒരു ഇക്വേഷൻ്റെ ഫോമിലേക്ക് നമ്മൾ ആക്കുകയാണ്. ഇവിടെ എക്സ് സ്ക്വയർ അവിടെയുണ്ട്, അപ്പോൾ മൈനസ് ആണ്, അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ തന്നെ എഴുതി, മൈനസ് എക്സ് സ്ക്വയർ. പിന്നെ ഇവിടെ 40x ഉണ്ട്, പ്ലസ് 5x ഉണ്ട്, അപ്പോൾ പ്ലസ് തന്നെ ഇട്ടു, പ്ലസ് 45x മൈനസ് ഇവിടെയുള്ളത് 200 ആണ്, 200. ഇനി ഇവിടെയുള്ള 124 അത് കോൺസ്റ്റന്റ് ടൈം ആണ്, അത് ഇപ്പുറത്തേക്ക് വരണം. അപ്പോൾ മൈനസ് 124 ഈക്വൽ ടു 0 എന്നിട്ടു. ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 45x മൈനസ് 200 പ്ലസ് 124 324 ഈക്വൽ ടു 0. ഇക്വേഷൻ ആക്കി. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, എക്സ് സ്ക്വയറിൻ്റെ സൈൻ മൈനസ് ആണ്, അതിനെ നമുക്ക് മാറ്റാം. അപ്പോൾ ഇക്വേഷനെ ത്രൂ ഔട്ട് ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഇല്ലെങ്കിൽ ഇക്വേഷനെ മൊത്തം എടുത്തിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ, എങ്ങനെ ചിന്തിച്ചാലും കുഴപ്പമില്ല, നമ്മൾ ഈ മൈനസിനെ മാറ്റുന്നു. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ്, ഇവിടുത്തെ സൈനെല്ലാം മാറുന്നു, എക്സ് സ്ക്വയർ മൈനസ് 45x പ്ലസ് 324 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇക്വേഷനായി. ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 45x പ്ലസ് 324 ഈക്വൽ ടു 0. ഇവിടെ 324 വലിയ നമ്പറാണ്, അതുകൊണ്ട് വേണമെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കുന്നതായിരിക്കും ഇവിടെ എളുപ്പം. എങ്കിലും നമ്മളിപ്പോൾ ഫസ്റ്റ് എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്, സെക്കൻഡ് എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം തന്നെ ഉപയോഗിച്ച് നോക്കുന്നു. അപ്പോൾ നമുക്ക് വേണ്ടത് 324-നെ 2 നമ്പറാക്കി മാറ്റണം,
അതിൻ്റെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 45 കിട്ടണം. നമുക്കത് ചെയ്ത് നോക്കാം. 1 × 3 24. നമുക്ക് സം എന്തായാലും -45 കിട്ടില്ല. ഇനി ഇവിടെ ചിന്തിക്കേണ്ട കാര്യം കഴിഞ്ഞ പ്രോബ്ലങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഈ 324ൻ്റെ സൈൻ പോസിറ്റീവാണ്. അതുകൊണ്ട് നമ്മൾ സൈനിനെ കുറിച്ച് ചിന്തിക്കേണ്ട. സെയിം സൈൻ ആയിരിക്കും, ആഡ് ചെയ്താൽ മതി. ആൻസർ കിട്ടിക്കഴിയുമ്പോൾ 45ൻ്റെ സൈൻ ഇടുമ്പോൾ അവിടെ മൈനസ് കൊടുത്താൽ മതി. അത്രയും എളുപ്പമാണ്. ഇനി 2 × നമുക്ക് 162 ആണ്. ഇവിടെയും ശരിയാവില്ല. 3 × 108 ആണ്. അതും ശരിയാവില്ല. 4 × 81 ആണ്. അതും നമുക്ക് 45 കിട്ടൂല. പിന്നെയുള്ളത് 5 × ഒരു നമ്പർ നമുക്കില്ല, അതിനെ മാറ്റി വെച്ചു. പിന്നെയുള്ളത് 6 × 54 ആണ്. 6 × 54 ആണ്. അവിടെയും നമുക്ക് ആൻസർ 45 കിട്ടൂല. പിന്നെയുള്ളത് 7 × അവിടെ ഒരു നമ്പർ ഇല്ല. 8 × അവിടെയും 324 കിട്ടൂല. പിന്നെയുള്ളത് 9 × 36 = 324 ആണ്. ഇവിടെ 36 9 കൂട്ടിയാൽ 45 കിട്ടും. അപ്പോൾ നമുക്ക് ഈ നമ്പറിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാം. x² - 9x - 36x + 324 = 0. ഇവിടെ രണ്ട് ടേമിലും കോമൺ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന എടുക്കുന്നു. അപ്പോൾ നമുക്ക് നമ്പർ കിട്ടി, 9ഉം 36ഉം കിട്ടി. ഇനി പ്രശ്നമൊന്നുമില്ല, എല്ലാം കഴിഞ്ഞ പ്രോബ്ലങ്ങൾ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഇവിടെ x² നിന്നും 9xൽ നിന്നും കോമൺ ആയിട്ട് എക്സിനെ പുറത്തേക്ക് എടുത്തു. x × x - 9. ഇവിടെ 36 ഉണ്ട്, മൈനസ് അവിടെ ഇട്ട് വെച്ചു. സൈനിനെ നമുക്ക് മാറ്റാം. അപ്പോൾ -36 ഉണ്ട്, -324 ഉണ്ട്. അതിൽ കോമൺ ആയിട്ട്, കാരണം 324ൻ്റെ മൾട്ടിപ്പിളാണ് 36 നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 36നെ തന്നെ പുറത്തേക്ക് എടുത്തു. 36xൽ നിന്ന് 36നെ പുറത്തേക്ക് എടുത്താൽ എക്സ്. ഇവിടെ -36 ആണ് പുറത്തേക്ക് എടുത്തേക്കുന്നത്. അപ്പോൾ മൈനസ് അങ്ങ് മാറി. അപ്പോൾ ഇവിടെ കിട്ടുന്നത് സൈൻ മൈനസ് ആയി. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് എടുക്കാം. അപ്പോൾ 324ൽ നിന്നും 36നെ പുറത്തേക്ക് എടുത്താൽ കിട്ടുന്നത് 9. ഇവിടെ എക്സ് - 9 = 0. അപ്പോൾ ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ട് x - 9 ഉണ്ട്. അപ്പോൾ x - 9നെ പുറത്തേക്ക് എടുത്തു. x - 9 × പിന്നെയുള്ളത് എക്സ് ഇവിടെ ഉണ്ട്, -30 = 0. അപ്പോൾ നമുക്ക് x - 9 × x - 36 = 0 എന്ന ആൻസർ കിട്ടി. ഇവിടെ x - 9 = 0 or x - 36 = 0 എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ x = ഇവിടെ വരുന്നത് മൈനസിന് അപ്പുറത്ത് പോയാൽ x = 9 or x = 36. Therefore, the number of marbles John have 9 or 36.